ഈ കല്യാണം നടക്കില്ല. ഞാൻ നിന്റെ അച്ഛനെ കാണാൻ പോവാ. എന്നിട്ട് നീ എന്താണെന്ന് പറയും. എന്നിട്ട് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകും. എന്താ നീ വരില്ലേ? എനിക്കിഷ്ടാണ്, പക്ഷേ അച്ഛൻ അയക്കില്ല. ഞാനും ചോദിച്ചു നോക്കട്ടെ. അപ്പോ ദൈവം അച്ഛനോട് ചോദിക്കരുത്. ഞാൻ ചോദിക്കും. നീ പറയുന്നത് കേൾക്കൂ. എവിടുന്നാ മോളെ പുതിയ ജാക്കറ്റ്? അത് സൈനിക തന്നതാ. പിന്നെ എന്തിനാ നീ ഒളിച്ചു വെച്ചത്? ആ തോർത്തിയിട്. ഞാനിപ്പോ വരാം. എന്റെ മോക്ക് സൈനിക ഒരു ജാക്കറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. അത് ശരിയാണോന്ന് അറിയാനാ വന്നേ. ജാക്കറ്റ് എന്റെ മോള. സൈനബ, ഈ ജാനുവിന് ഒരു ജാക്കറ്റ് കൊടുത്തീനെ. അതറിയാനാ വേലൂപ്പിന് വന്നത്. ഉള്ളത് പറ മോളെ, ഉള്ളത് പറഞ്ഞോളി. എന്റെ കയ്യില് ഒരു പുതിയ തുണി ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഉള്ള പുതിയ തുണി അല്ല, ജാനു ഒരു പുതിയ തുണി തന്ന് തുണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ തുണിച്ചു കൊടുത്തതാ. അവക്കത് ആര് കൊടുത്താന്ന് സൈനികയ്ക്ക് അറിയോ? കാശ് ചേർത്ത് വെച്ച് വാങ്ങിച്ചതാന്ന് പറഞ്ഞു. അത് ശരി. അപ്പോളേ അതിനി തല്ലിയും കുറ്റിയൊന്നും ഒക്കെ പോട്ടെ. എന്തിനാണ്ട് ഇമാതിരി കളി തിരിയൊക്കെ? അതിനാരെങ്കിലും ഒരു ജോലിയുണ്ടോ? ഒന്നും അറിയില്ല പാപ്പ. ജാനുവോ വടിയുടെ ശബ്ദിച്ചു പോകരുത്. ശബ്ദിച്ചു പോകരുത്. നിന്റെ ചേച്ചി തോന്നിയാസം കാണിച്ചു, അടിച്ചു പുറത്താക്കി. ഈ തോന്നിയാസം കാണിച്ചാൽ നിന്നെ ഞാൻ കൊന്നുകളെ. നിന്റെ തന്റെ ഒരു പട്ടിയാണെന്ന് വിചാരിച്ചോടി. ഇനി നിന്നെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്താണോ ഇത്? ഇവനെന്താടാ പറ്റിയത്? കടത്തിന് കണ്ണു കുടിക്കും, ഇപ്പൊ ചട്ടിയും പൊട്ടിക്കാൻ തുടങ്ങിയ. കഷ്ടപ്പെട്ട ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്ക് ആരോടെ ഇത്ര കരുവ്? നിന്റെ തന്തയോട് വേലി കരയുന്നത് നിന്റെ കണ്ണു കുടിച്ചിട്ടല്ല, ആരും പേടിച്ചിട്ടുമല്ല. എന്റെ ചങ്ക് പൊട്ടിട്ടാ ഞാൻ കരയുന്നത്. ഞാൻ കരയൂടാ. തള്ള വെച്ച പിന്നെ ഈ തോളത്തിട്ടാണ് ഞാൻ അവളെ വളർത്തിയത്. ഒരു ഉറുമ്പ് കഴിക്കാൻ പോലും ഞാൻ സമ്മതിച്ചിട്ടില്ല. മൂത്ത മകൾ എന്നോട് സ്നേഹമില്ലാതെ ഇറങ്ങിപ്പോയിട്ടും ഞാൻ കരഞ്ഞില്ലടാ. എനിക്ക് ആകെയുള്ള ഒരു മോളാ. അവർക്ക് എന്നോട് സ്നേഹമില്ലാതെ ഞാൻ കരയൂടാ. ഞാൻ കരയും. ആരാ എന്നോട് ചോദിക്കാനുള്ളത്? ജാനുവിന് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവല്ലേ? എന്റെ അച്ഛന്റെ സ്വഭാവം എനിക്കറിഞ്ഞൂടെ. കൊല്ലാനും മടിക്കില്ല. എന്റെ ചേച്ചിനെ തന്നെ ഞാൻ എത്ര കണ്ടിട്ടുണ്ട്. അപ്പനോട് ജാനുവിന്റെ അപ്പനെ കണ്ട് കാര്യം പറയാൻ പറഞ്ഞൂടെ? എന്നാ പിന്നെ കഴിഞ്ഞു. ഒന്നും വേണ്ട സിനിമ വരുന്നത് വരട്ടെ. കല്യാണം കഴിഞ്ഞാൽ സൈനിക പോവുമല്ലേ? ബാപ്പാനെ കാണാൻ വരുമ്പം ജാനുവിനെ ഞാനൊന്ന് കാണും. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ജാനു,
അതുകൊണ്ടൊരു ഗുണം കിട്ടി. മരിക്കാനുള്ള ഭയം മാറി. ഒന്നും തീർച്ചയാക്കി നമുക്ക് തനിച്ചു പോകണം. അതുണ്ടാവോ? എനിക്ക് വാടക കിട്ടാതെ പറ്റില്ല, അല്ലെങ്കിൽ സ്ഥലം ഒഴിഞ്ഞു തരണം. 2 ദിവസം കൂടി അവധി തരണം. ആ കാര്യം പറഞ്ഞാലൊന്നും പറ്റില്ല, നാളെ തന്നെ ഒഴിഞ്ഞു തരണം. എടാ, അപ്പൊ നിനക്കൊരു കത്ത് വന്നിരിക്കുന്നു. നിന്റെ അളിയനെ ആരോ കുത്തിക്കൊണ്ടിരിക്കുന്നു. കുത്തിക്കൊന്നു ഭയപ്പെടാനൊന്നുമില്ല. 2-3 കൊല്ലമായിട്ട് നിന്റെ ചേച്ചിയുമായി യാതൊരു ബന്ധവുമില്ലല്ലോ. ഏതായാലും നിന്റെ ചേച്ചി ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും. പോലീസുകാർ അന്വേഷിച്ചു വന്നിരിക്കുന്നു അത്രേ. ഞാനൊന്ന് പോട്ടെ. ശരി, നീ ഇപ്പോൾ തന്നെ വയ്ക്കോ. വാ, ഞാൻ മാനേജറുടെ പണം വാങ്ങിത്തരാം. പറഞ്ഞു. ഞാൻ ജാമ്യം തിരിച്ചു വന്നിരുന്നു, കണ്ടില്ല. എവിടെ പോന്നപ്പോ? നാട്ടിലേക്ക്. നാട്ടിലേക്കോ? എന്റെ അളിയൻ മരിച്ചു. എനിക്ക് അത്യാവശ്യമായി പോകണം. ചേച്ചിക്ക് വീട്ടിൽ വേറെ ആരുമില്ല. ഞാൻ ഉടനെ വരും. ജാനു, എന്നെ തനിച്ചു വിട്ടിട്ട് പോരുത്. എനിക്ക് പോകാൻ പറ്റില്ല ജാനു. പിന്നെ എന്നെപ്പറ്റി ഒരിക്കലും ഓർക്കരുതെന്ന് മാത്രം. ഞാനും അപ്പനോട് വരും. നമ്മൾ ചെയ്യുന്ന തെറ്റല്ലേ? ഒരു തെറ്റുമില്ല. വരൂ. ഞാൻ ജാനുവിനെ കൊണ്ടുപോകുന്ന അറിഞ്ഞാൽ നിന്റെ അച്ഛൻ ബോധം ഉണ്ടാക്കും. പോയ മക്കളെ പറ്റി അച്ഛൻ അന്വേഷിക്കാറില്ല. രണ്ടുപേരും കൂടി എങ്ങോട്ടേക്കാണോ കെട്ടും പണ്ടൊക്കെ തൂക്കി ഒളിച്ചൊരു പോവുകയായിരിക്കും അല്ലേ? അത് ശരിയല്ലല്ലോ. നാട്ടുകാരും അറിയാതെ ഒരു കുടുംബത്തൊന്നും കല്യാണം കഴിയാത്ത ഒരു പെണ്ണിനെ നിന്നെപ്പോലെ ഒരുത്തം കൂട്ടിക്കൊണ്ടുപോകുന്നത് ശരിയാണോ? വേലുവിനറിയോ? എന്തെന്നാണ് ആചാരൻ? വേലു അറിഞ്ഞ വിടൂ, വെട്ടി നുറുക്കി കഷ്ണമാക്കിയിട്ടുണ്ടാവില്ല. എന്ന് പോകാൻ തീർച്ചയാക്കി. ഓഹോ, അതിനു മുമ്പ് നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തും സമ്മതം വാങ്ങിച്ചിട്ട് വാ. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നത്. എന്നിട്ട് എല്ലാം നാട്ടാചാരം പോലെ നടത്താം. ഇനി തിരിച്ചു പോകാൻ നിൽക്കില്ല. അത് ശരി. നാരായണ, ഇതോ പോയി വേലുവിനെ വിളിച്ചിട്ട്. ഓ, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ പോയിക്കോളൂ, അതാ നല്ലത്. അത് വേണ്ട, നിന്റെ അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞോളാം. വേണ്ടപ്പോ, അച്ഛൻ എന്ത് ചെയ്താലും ഞാൻ സഹിച്ചോളാം. ഇപ്പൊ പോയിക്കോളൂ. ഞാൻ മനസ്സിനൊരു തീരുമാനം വേണം. അതുകൊണ്ടാ പറയുന്നത്, കുഴപ്പം നോക്കൊന്നും ഇടവരുത്തരുത്. പോയിക്കോളൂ അപ്പോ, പോയിക്കോളൂ അപ്പോ. ഞാൻ ഉടനെ തിരിച്ചു വരും. നിന്റെ അച്ഛന്റെ സമ്മതത്തോടുകൂടി തന്നെ എന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകും. നീ അപ്പൂലൂടെ പോകുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷെ അതിനു മുമ്പ്